നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഒരു അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. എല്ലാ പ്രേക്ഷകരും, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഒരു വിശ്രമ ദിവസമായി കാണുന്ന ഞായറാഴ്ച ദിവസമാണ് ഇന്ന്. ഏതായാലും വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. CPM-മായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അമേരിക്കയിൽ വെടിവെപ്പിൽ ഒരു അമേരിക്കൻ പൗരൻ തന്നെ മരിച്ചത് അമേരിക്കയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 8 നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകളിലേക്കൊന്ന് പോകാം, അതിനുശേഷം വിശദമായ വാർത്തകളിലേക്ക്. രക്തസാക്ഷി വെട്ടിപ്പ് വിവാദത്തിൽ ആരോപണമുന്നയിച്ച കുഞ്ഞികൃഷ്ണനെ CPM-ൽ നിന്ന് പുറത്താക്കിയേക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന്. MB ജയരാജൻ പങ്കെടുക്കും. ഫണ്ട് തട്ടിപ്പിൽ CPM BJP വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. പാലക്കാട്ടെ ക്ഷീണം മാറ്റാൻ കോൺഗ്രസ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥ് സ്ഥാനാർത്ഥിയായേക്കും. പരിഗണിക്കുന്നത് കനകല്ലൂർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കമലേശ്വരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ വിശദീകരണവുമായി ഭർത്തൃ കുടുംബം. തുടക്കം മുതൽ തന്നെ വിവാഹബന്ധത്തിൽ ഉലച്ചിലുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഗ്രീഷ്മയുടെ അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നു. ഇതേപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ പോവും. ഈവൻ അങ്കിള് മരിച്ചപ്പോൾ, അതായത് ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും എന്നുള്ള രീതിയിലുള്ള ടോക്കായിരുന്നു അന്ന് തൊട്ടേ പറയുന്നത്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കുമ്പള ടോൾ പിരിവിൽ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല സമരം ചെയ്യേണ്ടത്. മന്ത്രിയുടെ കോലം കത്തിക്കാനും നിയമം കയ്യിലെടുക്കാനും തന്നെ കിട്ടില്ലെന്നും ഉണ്ണിത്താൻ. ഇതിന് സ്റ്റേ കിട്ടിയിട്ടില്ല, അപ്പീൽ കൊടുത്ത് അപ്പീൽ പിൻവലിച്ചു. അപ്പോൾ കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ആത്മസംയമനം കാണിക്കണം. എന്നോട് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായി നിലപാടെടുത്ത ഒരാളാണ് നിതിൻ ഗഡ്കരി. ഇനിയും ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഈ മന്ത്രി ഇരിക്കുമ്പോൾ ആ മന്ത്രി അടുത്തല്ലേ ഞാൻ പോകണ്ടേ? അപ്പൊ മന്ത്രിയുടെ കോലം കത്തിക്കാൻ ഞാൻ പോകണമെന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഉണ്ണിത്താന്റെ പുകഴ്ത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. US-ൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37-കാരൻ മരിച്ചു. കൊല്ലപ്പെട്ടത് ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവ്. സേനയ്ക്കെതിരെ ജനം തെരുവിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. നേതാക്കൾ നാവടക്കണമെന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയാൽ തള്ളിപ്പറയുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. AK ബാലനെതിരെയും പാർട്ടിയിൽ പരോക്ഷ വിമർശനമുണ്ടായി. അതേസമയം രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ ആരോപണമുന്നയിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. MB ജയരാജനടക്കം പങ്കെടുക്കും. പയ്യന്നൂരിലെ പാർട്ടി എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കണം. ഇപ്പൊ ഏതോ ഒരാൾ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് CPM-നെതിരായിട്ട് MLA-ക്കെതിരായിട്ട് MLA ഓഫീസിലേക്ക് കൊടിയും പിടിച്ചിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ തടി കാക്കേണ്ടി വരും എന്നേ ഞങ്ങൾക്ക് കാര്യം പറയാനുള്ളൂ. ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ പയ്യന്നൂരിലെ ജനാവലികൾക്കറിയാം എന്തായിരുന്നു എന്ന്. ഇപ്പോഴാ നേതാക്കന്മാരെ കള്ളിയിലിട്ടിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ്. ആ ജനങ്ങളുടെ സംഭാവനക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ്. ഈ ജനങ്ങളോട് അപവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ 5 നയാ പൈസ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. കണക്ക് പറയുന്നത് കുറച്ച് വൈകി എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു, ചങ്കുറപ്പോടെ പറയുന്നു, ധൻരാജിന്റെ പിന്മുറക്കാർ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു 5 നയാ പൈസയുടെ അപകടം ഈ നാട്ടിനകത്തുണ്ടായിട്ടില്ല.
കണ്ണൂരിൽ വലിയ സംഘർഷം ഇന്നലെ ഉണ്ടായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. CPM പ്രവർത്തകർ BJP കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു എന്നാണ് ആരോപണം. ഇവരൊക്കെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഒപ്പം ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് സജി ചെറിയാനെതിരെ ഉയർന്നത്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, സജി ചെറിയാന്റെ വർഗീയ പരാമർശം ആദ്യഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടിക്ക് ഇത് വലിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണോ ഉണ്ടായത്? ഇത്തരക്കാർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പടക്കം, അല്ലെങ്കിൽ പാർട്ടി സംരക്ഷിക്കില്ല എന്ന മുന്നറിയിപ്പടക്കം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്ത്, സജി ചെറിയാന്റെ പരാമർശം CPM-നെ വലിയ പ്രതിസന്ധിയിലാണ് ആക്കിയത്. കാരണം കാസർഗോഡും മലപ്പുറത്തും വിജയിച്ചവരുടെ പേരുകൾ നിങ്ങൾ നോക്കൂ എന്ന പരാമർശമാണ് ആദ്യമായി സജി ചെറിയാനിൽ നിന്നുണ്ടാകുന്നത്. അത് തീർത്തും വർഗീയമായ പരാമർശമാണ് എന്ന ആരോപണം ഒരു വശത്ത് ഉയർന്നു വന്നു. പിന്നീട് അതിൽ ഒരു വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP-ക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളും വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. CPM-ഉം കോൺഗ്രസും മതേതര കാഴ്ചപ്പാടോടുകൂടി സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും 1ഉം 2ഉം സീറ്റുകളിലാണ് ഇരു പാർട്ടികൾക്ക് യഥാക്രമം വിജയിക്കാൻ കഴിഞ്ഞതെന്ന തരത്തിലായിരുന്നു സജി ചെറിയാൻ്റെ ഒരു വിശദീകരണം പിന്നീടെത്തിയത്. പക്ഷേ ഈ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങൾ ഗുരുതരമായതോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായതോടുകൂടി അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു നിലയെത്തി. പക്ഷേ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായത് മാത്രമല്ല, G. സുധാകരൻ, ആലപ്പുഴയിൽ നിന്നുള്ള നേതാവാണ്, നേരത്തെ കുറേ കാലമായി സജി ചെറിയാനുമായി അത്ര രസത്തിലല്ല. സജി ചെറിയാനെ വളർത്തിക്കൊണ്ടുവന്നത് താനാണെന്ന് ഒരു ഘട്ടത്തിൽ G. സുധാകരൻ പറയുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ മൂക്കാതെ പഴുത്തതിൻ്റെ പ്രശ്നമാണ് എന്ന നിലയ്ക്കാണ്. G. സുധാകരനൊക്കെ ഒരുപക്ഷെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് സജി ചെറിയാനെതിരെ ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും മുതിർന്ന ഒരു നേതാവിൻ്റെ പരാമർശമുണ്ടാകുന്നത്. മാത്രമല്ല, ഇന്നലെ M. വി. ഗോവിന്ദൻ ഈ യോഗത്തിൽ നൽകിയ ഒരു സന്ദേശവും അനാവശ്യമായ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നത് തന്നെയാണ്. ഇതാദ്യമായല്ല സജി ചെറിയാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള സംഗതികളോ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും പുറത്തേക്ക് പോകേണ്ടി വന്നതും പിന്നെ സജി ചെറിയാൻ തിരികെ വന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം അതിനു മുൻപ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ നടത്തിയ പരാമർശം, അങ്ങനെ ഈ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയുമായി അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അങ്ങനെ പല കാര്യങ്ങളിൽ പലപ്പോഴായി പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലയിലേക്ക് സജി ചെറിയാൻ്റെ പരാമർശങ്ങൾ പോയിരുന്നു. അവിടെയാണ് പാർട്ടിക്ക് വടിയെടുക്കേണ്ടി വരുന്നത്. ഇത്തരം പരാമർശങ്ങൾ പാടില്ല എന്ന നിലയ്ക്ക് ശാസന നൽകേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യമായി വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, AK ബാലൻ്റെ പരാമർശമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന തരത്തിലുള്ള പരാമർശം. അതും പാർട്ടിയെ വലിയ തോതിൽ വെട്ടിലാക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. അതിനെ എതിർത്ത് നേതാക്കൾക്ക് നിലപാടെടുക്കേണ്ട സ്ഥിതി ഉണ്ടായ സാഹചര്യവും കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഈ ബാലൻ്റെയും സജി ചെറിയാൻ്റെയും ഒക്കെ തന്നെ വാക്കുകൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിയന്ത്രിക്കണം. കാരണം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ നേതാക്കൾ അവരുടെ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് പാർട്ടി നൽകുന്നത്. അക്കാര്യം ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ പാർട്ടി എടുക്കുന്ന നിലപാടിനെ കുറിച്ചുള്ളൊരു വിശദീകരണം നൽകുമായിരിക്കും. ഏതായിരുന്നാലും CPM-നെ സംബന്ധിച്ച് ഭൂഷണമായ ഒരു കാര്യമല്ല. കാരണം ഒരു വശത്ത് നേരത്തെ മതന്യൂനപക്ഷങ്ങൾ CPM-മായി അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ UDF-ലേക്ക് പോയി എന്ന വിലയിരുത്തൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായി. അവിടെ നിന്ന് വീണ്ടും അത്തരം വോട്ടുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ തട്ടിമറിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് CPM-ന് ഒരിക്കലും അനുഗുണമാകില്ല. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും CPM ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്നു പലതവണയും. ബാലൻ്റെയും സജി ചെറിയാൻ്റെയും പരാമർശം ഇതിപ്പോൾ പാർട്ടി തന്നെ അത് ഗൗരവത്തിലെടുത്തിരിക്കുന്നു. ഇരു നേതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പും നൽകുന്നു. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം, കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഫണ്ട് തട്ടിപ്പ് വിവാദം അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മധുസൂദൻ MLA രാജിവെക്കണം
എന്നാവശ്യപ്പെട്ടുള്ള മാർച്ചിൽ ഇന്നലെ സംഘർഷമുണ്ടായി. പയ്യന്നൂർ MLAയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും നടത്തിയ മാർച്ചുകൾ CPM തടയുകയായിരുന്നു. ഇരു സംഭവങ്ങളും സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിരിച്ചുവിട്ടത്. ആ ദൃശ്യങ്ങളിലേക്ക്. മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. പാലക്കാട്ട് നമുക്കറിയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത്. കനഗലുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ കണ്ണൻ ഗോപിനാഥൻ, അദ്ദേഹം രാഹുൽ ഗാന്ധിയിൽ ആകർഷനായി കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന ആളാണ്, പാലക്കാട് മത്സരിക്കുമെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വരുന്നത്. കണ്ണനെ മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് കനഗലു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. BJP സ്ഥാനാർത്ഥിയായി മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വലിയ പിന്തുണ അത് കോൺഗ്രസിൻ്റെ കണ്ണു തുറപ്പിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. നമുക്കറിയാം, രാഹുലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പാലക്കാടിൻ്റെ MLA ആയത്. ഷാഫി പറമ്പിൽ ജയിച്ചതിനേക്കാളൊക്കെ 3 ഇരട്ടി 4 ഇരട്ടി ഭൂരിപക്ഷമാണ് രാഹുലിന് പാലക്കാട്ടുകാർ നൽകിയത്. പക്ഷേ പിന്നീട് രാഹുൽ ബലാത്സംഗ കേസുകളിൽ പ്രതിയാവുകയും ഇനിയും പാർട്ടി ഒരു തരത്തിലും സീറ്റ് നൽകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് കണ്ണൻ ഗോപിനാഥിനെ പോലെയുള്ള ഒരാളെ, വളരെ പ്രധാനപ്പെട്ട ഒരാളെ പരിഗണിക്കുന്നത്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ്. ഇപ്പോൾ പാലക്കാട് പാർട്ടി നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസവും കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചായിരുന്നു കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസിൽ നിന്ന് 2019 രാജിവെച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 13 കോൺഗ്രസിലും ചേരുകയും തുടർന്ന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവവുമാണ്. കുമ്പള ടോൾ പിരിവിൽ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല സമരം ചെയ്യേണ്ടത്. മന്ത്രിയുടെ കോലം കത്തിക്കാനും നിയമം കയ്യിലെടുക്കാനും തന്നെ കിട്ടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കൂടിയാലോചന നടത്താതെ ചില വ്യക്തികൾ കോടതിയിൽ പോയതാണ് തിരിച്ചടിയായതെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ പുകഴ്ത്തുകയും ചെയ്തു. മന്ത്രിയുടെ കോലം കത്തിച്ചല്ല സമരം ചെയ്യേണ്ടതെന്നും ഉണ്ണിത്താൻ പറയുന്നു. ന്യൂസ് 18ൻ്റെ വളരെ എക്സ്ക്ലൂസീവായുള്ള വാർത്ത നൽകുന്നത് ബൈജു ആണ്. ആ വാർത്ത, ഉണ്ണിത്താൻ്റെ വാക്കുകളിലേക്ക് ആദ്യം, അതിനുശേഷം ബൈജു തത്സമയം ചേരും. കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ ശക്തമായ സമരവുമായി BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരുമ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അസാന്നിധ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിന് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സമരത്തിന് എതിരല്ല, സമരത്തിന് ശക്തമായ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഏതായാലും നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുകയാണ്. ഈ വിഷയത്തിൽ ഈ കാര്യം വിശദമാക്കാൻ ഏതായാലും ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നു. ഈ സമരം ശക്തമായി തുടരുകയാണ്. അന്യായമായ ടോൾ പിരിവാണ് നടക്കുന്നത്. പക്ഷേ MPയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന ഒരു വിമർശനം ഉയരുന്നത്, അത് പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് MP ഒരു അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്? എന്താണ് കാരണം? ഈ സമരത്തിന് വേണ്ടി ആദ്യമായി അവിടെ പോയി സമരം ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. അന്ന് ഞാൻ പ്രസംഗിച്ച എല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ലാത്തി ചാർജ് വരും, കണ്ണീർവാതക പ്രയോഗം വരും, ജലപീരങ്കി വരും, അവസാനം വെടിവെപ്പ് നടന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെഞ്ചത്താണ് ആദ്യത്തെ വെടി, എന്നിട്ട് മുതുകത്ത് വെടികൊള്ളില്ല. ഞാനാണ് പോയി അത് ചെയ്തത്. മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 60 കിലോമീറ്ററിനകത്തേ ഒരു ടോൾ ഗേറ്റ് വരൂ, അതാണ് നിയമം. ഇവിടെ ഇപ്പോൾ തലപ്പാടിയിൽ ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റ് ഇപ്പോൾ 20 കിലോമീറ്ററിനകത്താണ് രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആരിക്കാടിയിൽ വരുന്നത്. അത് വളരെ അന്യായമാണ്, നിയമവിരുദ്ധമാണ്. അവിടെ ഈ ടോളിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അന്ന് അയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അയാളുടെ പേര് അഷ്റഫ് കർല എന്നാണ്, അദ്ദേഹം കോടതിയിൽ പോയി, കോടതി കേസ് കൊടുത്തു. അപ്പോൾ ഒരു സമരമുഖത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടേ കോടതിയിൽ പോകാൻ? ആരോട് ആലോചിച്ചിട്ടാണ് കോടതിയിൽ പോയത്? ആര് പറഞ്ഞിട്ടാണ് കോടതിയിൽ പോയത്? അപ്പോൾ കർല അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് കോടതി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എതിർകക്ഷി ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. അവർ കോടതിയിൽ ഇത് സമർപ്പിച്ചു, അഫിഡവിറ്റ് കൊടുത്തു, കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു. അതിനകത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് ആരംഭിക്കുന്നത്.
അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ പെർമിഷൻ അത് റൂൾ 8(2) അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 60 കിലോമീറ്ററിനകത്താണ് ഒരു ടോൾ ഗേറ്റ് എങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചാൽ വിത്ത് ദി നോളജ് ആൻഡ് കൺസെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാമെന്ന് അവർ റൂൾ 8 വെച്ചിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. അങ്ങനെ അഷ്റഫ് ഖർറയുടെ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ഒരു നിയമവിരുദ്ധമായ നടപടി ഇക്കാര്യത്തിലില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ചിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ രണ്ടാമത്തെ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. അത് റൂൾ 8 അതിന് പിന്നെ അനുവാദമുണ്ട്, അങ്ങനെ സ്ഥാപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ കർള കൊടുത്ത ഈ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ടോൾ പിരിക്കാനുള്ള അനുവാദം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. കോടതി പോയി, കോടതിയുടെ ഉത്തരവ് വന്നു. കോടതി എന്താ പറഞ്ഞ്? ടോൾ പിരിക്കാൻ പറഞ്ഞു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ്, ഈ നിയമം ലംഘിക്കണോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കണോ? ഞാനെന്താ അവിടെ പോയി കോടതി ഉത്തരവിൽ സമരം ചെയ്യണോ? ആലോചിച്ച് നോക്ക്. ആരോട് ചോദിച്ചിട്ട് കോടതി പോയി? ആലോചിച്ചു? ഒരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന BJP ഒഴിച്ചുള്ള എല്ലാവരുമായിട്ട് ആലോചിക്കണ്ടേ? ആലോചിക്കാതെ കേസ് കൊടുക്കാൻ പാടുണ്ടോ? കേസ് കൊടുത്ത് ആ വിധി വന്ന് വിധി മറച്ചു വെച്ച് അപ്പീൽ കൊടുത്തു. അപ്പീലും വിഡ്രോ ചെയ്തു. മലയാളത്തിൽ ചൊല്ലി അരി തിന്നതും പോരാ ആശാരിച്ചെ കടിച്ചും പിന്നെ നായിക്ക മുറിവുറുപ്പെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുത്തത്? ഈ പിന്നെ സുബൈർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്, നാസർ, ഇവർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കോടതി വിധി വരുന്നത് വരെ ഈ വിധി നിലവിലുണ്ട്. ഇതിന് സ്റ്റേ കിട്ടിയിട്ടില്ല. അപ്പീൽ കൊടുത്ത് അപ്പീൽ പിൻവലിച്ചു. അപ്പോൾ കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ആത്മസംയമനം കാണിക്കണം. എന്നോട് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായി നിലപാടെടുത്ത ഒരാളാണ് പിന്നെ നിതിൻ ഗഡ്കരി. ഇനിയും ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഈ മന്ത്രി ഇരിക്കുമ്പോൾ ആ മന്ത്രി അടുത്തല്ലേ ഞാൻ പോകണ്ടേ? അപ്പോൾ മന്ത്രിയുടെ കോലം കത്തിക്കാൻ ഞാൻ പോകണമെന്നാണ് പറയുന്നത്. ആണോ? ഒരു MP-യുടെ ജോലി കോലം കത്തിക്കലാണോ മന്ത്രിയുടെ? MP-യുടെ ജോലി ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുകയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. കോടതിയെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ, നിയമത്തെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ ഞാനില്ല, നിയമം കയ്യിലെടുക്കാൻ ഞാനില്ല. പിന്നെ എനിക്കിപ്പോൾ BJPക്കെതിരെ അതുള്ള സർട്ടിഫിക്കറ്റ് ആരുടെയും വേണ്ട. ഞാൻ ആരാണെന്ന് കാസർഗോട്ടെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കുക, ചീത്ത വിളിപ്പിക്കുക, ചീത്ത വിളിക്കുന്നവൻ ചീത്ത വിളിപ്പിക്കുന്നവരെ കുറിച്ചൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് പിന്നെ വലിയ മോശമായി ഭവിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ടോൾ ഗേറ്റ് വരുന്നതിന് ഞാൻ ശക്തമായി എതിർത്തിരുന്നു, ഇപ്പോഴും എതിരാണ്. ഇത് ഒരു MLA-യുടെ മാത്രം പ്രശ്നമല്ല, ഒരു മഞ്ചേശ്വരത്തിൻ്റെ പ്രശ്നമല്ല, ഇത് കാസർഗോട്ടെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. അതിനപ്പുറം കളക്ടറേറ്റിന് മുമ്പിലല്ലോ ടോൾ സമരം നടത്തണ്ടേ? കളക്ടറല്ലല്ലോ ഇതിൻ്റെ ഉത്തരവാദി. കളക്ടറാണോ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഈ കോടതി വിധി വാങ്ങിച്ചിരിക്കുന്നത്. അവർക്കെതിരെ സമരം നടത്താൻ എന്തിനാണ് കളക്ടറെ അടുത്ത് പോകുന്നത്? കളക്ടറെല്ലാം സമരം ചെയ്യേണ്ടത് അവിടെ പോയി പ്രസംഗിച്ചിട്ടുള്ള കാര്യം. ഇവർ ആ ടോൾ ഗേറ്റ് അടിച്ചു പൊളിച്ചില്ലേ? ഇനി അവിടെ ഈ കോടതി വിധി മാനിക്കുന്നില്ലെങ്കിൽ അവിടെ അല്ലേ സമരം നടത്തണ്ടേ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ടോൾ സമരത്തിനെതിരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട്. കാര്യം ചില ആളുകളുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ MP-യുടെ തോളെ കൊണ്ടിടണ്ട. MP ആരാന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എനിക്ക് നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല. അപ്പപ്പ കാണുന്നവരെ അപ്പനെന്ന് വിളിച്ചിട്ടുമില്ല, ഇനി വിളിക്കത്തുമില്ല. ഇപ്പോൾ 28-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ മന്ത്രിയെ പോയി കാണും. അതിശക്തമായി കാസർഗോട്ടെ ജനങ്ങളുടെ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. ഈ മന്ത്രി വളരെ MP-മാരോട് വളരെ സോബറായി പെരുമാറുന്ന ആളാണ്. MP-മാർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന പിന്നെ മന്ത്രിയാണ്. എല്ലാ MP-മാർക്കും ഈ മന്ത്രിയെക്കുറിച്ച് ബഹുമാനമുണ്ട്. അപ്പോൾ BJP പ്രധാനമായും ആരോപിക്കുന്നത് അങ്ങനെ അവിടെ ഒരു വീണ്ടും മുസ്ലിം ലീഗിന് ഒരു ആധിപത്യം ഉണ്ടാക്കാനാണ് ഈ സമരം എന്നാണ്. BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കേന്ദ്രമന്ത്രി കണ്ടുകഴിഞ്ഞാൽ ഇടപെട്ട തീരാവുന്ന പ്രശ്നമല്ല. BJPയിൽ ഇടപെടും എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവർ കുറേ നാളായിട്ട് ഇങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്നതല്ല, ഇടപെട്ടുന്നില്ലല്ലോ. ഇതിപ്പോൾ BJPയുടെ ചന്ദ്രശേഖരൻ പോയി മന്ത്രിയെ കണ്ട ഒരു ദിവസം കൊണ്ട് ഉത്തരവ് പിൻവലിക്കാൻ. ഇന്നലെ പ്രധാനമന്ത്രി വന്നല്ലോ. ഈ വിഷയം പ്രധാനമന്ത്രി ശ്രദ്ധയിൽ രാജീവ് ചന്ദ്രശേഖർ പെടുത്തിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ രാഷ്ട്രീയ വശം ചർച്ച ചെയ്യാൻ ഞാനില്ല. ഞാൻ എന്നും ജനപക്ഷത്താണ്, ജനങ്ങളോടൊപ്പമാണ്.
അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാനും നിയമവാഴ്ചയെ വെല്ലുവിളിക്കാനും നിയമം കയ്യിലെടുക്കാനും മന്ത്രിയുടെ കോലം കത്തിക്കാനും ഒന്നും രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടില്ല. കോലം കത്തിച്ചാൽ പിന്നെ ഞാൻ അവിടെ ചെന്നാൽ ഒരു അപ്പോയിൻമെൻറ്റ് പോലും കിട്ടില്ല. അപ്പോൾ ഇവരതാണോ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും ഞാനില്ല. ലോട്ട് വീണാൽ പാർലമെൻറ്റിനകത്തും ഈ ടോൾ ഗേറ്റ് സമരം ഞാൻ കൊണ്ടുവരും. ഏതായാലും ടോൾ പിരിവിനെതിരെ സമരസമിതിയിലെ ചില അംഗങ്ങൾ നിയമപരമായ നീങ്ങിയതാണ് ഇതിൽ പ്രശ്നമെന്നാണ് MP പറയുന്നത്. ഇതിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുള്ള ശ്രമം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. കെ വി ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, വ്യക്തമാണ് രാജ്ഭവൻ ഉണ്ണിത്താന്റെ നിലപാട്. ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായി മന്ത്രിയെ കാണേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വളരെ ഊഷ്മളമായ സഹകരണമാണ് MP മാരോട് കാണിക്കുന്നതെന്ന് പറയുന്നു. ടോൾ പ്ലാസയ്ക്കെതിരുമാണ്. പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ നമുക്കറിയാം മുന്നിൽ നിൽക്കുന്നത് അവിടുത്തെ അവിടുത്തെ MLA ആണ്. അദ്ദേഹം UDF-കാരനാണ്. ആ എതിർപ്പ്, അദ്ദേഹത്തോടുള്ള എതിർപ്പ് ഏത് വിധത്തിലാണ് സംഭവിക്കുന്നത്? ആക്ഷൻ കമ്മിറ്റിക്ക് മൊത്തത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടുന്ന ഒന്നാണെന്ന് മനസ്സിലാകുന്നു. അവരുടെ എന്തുകൊണ്ടാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? ടോൾ പ്ലാസയ്ക്കെതിരാണ് എന്ന് പറയുമ്പോഴും സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ അതോ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണോ? എന്താണ് ഉണ്ണിത്താൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിൽ കാസർഗോഡും മഞ്ചേശ്വരവും ഈ 2 മണ്ഡലത്തിലുള്ള ആളുകളെയാണ് പ്രധാനമായും ഈ ടോൾ പിരിവ് ബാധിക്കുന്നത്. അതായത് 2 മണ്ഡലവും BJPയുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ്, A ക്ലാസ് മണ്ഡലങ്ങളാണ്. ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിഷയമായി ടോൾ പിരിവ് മാറി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയെ വലിയ തോതിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഈ സമരത്തിൽ അണിചേരുമ്പോൾ ഈ രാജ്ഭവൻ ഉണ്ണിത്താൻ MP മാത്രം ഇവിടെ ഈ സമരത്തിൽ കണ്ടില്ല. അങ്ങനെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ണിത്താനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഉയർന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നത്. താൻ ഏതെങ്കിലും തരത്തിൽ ഈ ടോൾ പിരിവിലെ സമരത്തിൽ എതിരല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ഈ സമരം അനാവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ സംഭവം, ഈ പിരിവിനെതിരെ കോടതിയിൽ അഷ്റഫ് കർല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കോടതിയിൽ സമീപിച്ചിരുന്നു. അത് സമരസമിതിയൊന്നുമായി ആലോചിക്കാതെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഇതിൽ കൃത്യമായ ഒരു വിഷയം, ഈ കേസ് തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും CPM-ന്റെ നേതൃത്വത്തിലുള്ള 2 നേതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ കേസിൽ 28-ാം തീയതിയാണ് വിധി വരുന്നത്. എന്തായാലും അത് ഈ ടോൾ പിരിവിന് അനുകൂലമായി തന്നെ വിധി വരുമെന്ന ഒരു സൂചനയാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ നൽകുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഇതിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട്, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇതിലൊരു തീരുമാനമെടുക്കുന്നത്. അനുഭാവപൂർവമായ ഒരു തീരുമാനമെടുത്താൽ ടോൾ പിരിവ് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ഉണ്ണിത്താൻ MP കൃത്യമായി പറയുന്നത്. തനിക്കെതിരെ ഏത് തരത്തിലുള്ള പ്രചരണം അയച്ചുവിട്ടാലും ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത്, അതല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വലിയ തോതിലുള്ള അക്രമമാണ് ടോൾ പിരിവിനെതിരെ നടന്ന സമരം മാറുന്ന സാഹചര്യം ഉണ്ടായത്. 500ഓളം പേർക്കെതിരെയാണ് ആ ഒരു സമരത്തിൽ കേസെടുക്കുന്നത് പോലും സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും മുന്നിൽ ഈ സമരത്തിലുള്ളത് AKM അഷ്റഫ് MLA തന്നെയാണ്. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDF-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ഇനി AKM അഷ്റഫ്, അതോടൊപ്പം കാസർഗോഡ് നിലവിലെ MP MLA NA നെല്ലിക്കുന്നും, ഇങ്ങനെ പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ UDF-ന്റെ നേതാക്കൾ തന്നെയാണ്. ആ ഒരു സമരത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ MP-യുടെ സാന്നിധ്യം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ തോതിലുള്ള വിമർശനം വരുന്നത്. അതിലാണ് ആദ്യമായി ഈ ഉണ്ണിത്താൻ പ്രതികരിക്കുന്നത്, ന്യൂസ് 8-നോട് പ്രതികരിക്കുന്നത്. കൃത്യമാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. അദ്ദേഹം രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് ഇതിൽ ഉണ്ട് എന്ന തരത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുതലെടുപ്പിന് താനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്താനില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം വലിയ തോതിൽ കലക്ടറേറ്റിന് മുന്നിൽ AKM അഷ്റഫ് MLA-യും അതുപോലെ തന്നെ NA നെല്ലിക്കുന്ന MLA-യും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ആ മാർച്ചിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറേറ്റിലല്ല സമരം ചെയ്യേണ്ടത്, അതിന് പകരം ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലാണ് സമരം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. ഏതായാലും നാളെ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി, പ്രധാനമായും മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ടോൾ പിരിവിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയരുമ്പോഴും ഇതിൽ കൃത്യമായി ഇടപെടേണ്ട കേന്ദ്ര സർക്കാരുമായി സംസാരിക്കേണ്ട രാജ്ഭവൻ ഉണ്ണിത്താൻ മാറി നിൽക്കുന്നു എന്ന ഒരു പ്രചരണത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയത്. ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടലുണ്ടാകും. അത് പക്ഷേ നിയമം കയ്യിലെടുത്തുകൊണ്ടല്ല, നിയമവാഴ്ച തകർത്തുകൊണ്ടല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുമെന്ന് പറയുന്നു. 28-ാം തീയതി പാർലമെന്റ് സെഷൻ ആരംഭിക്കുമ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അതുമാത്രമല്ല, ഈ പ്രദേശത്ത്
5ഓളം മേൽനടപ്പാലങ്ങൾ കേന്ദ്രമന്ത്രിയുടെ കണ്ടതിനെ തുടർന്ന് ഫലമായി അനുവദിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ കേന്ദ്രമന്ത്രി കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ എംപിമാരോടും തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് കൃത്യമായ പരിഗണന നൽകുന്ന ഒരാളാണെന്നും അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ BJPക്ക് ഈ MP കൃത്യമായ BJPയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ടോൾ പിരിവിന് സമരത്തിനെതിരാണെന്ന തരത്തിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. അതിനാണ് അദ്ദേഹം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രയാസം പ്രതിരോധവും അനുഭവപ്പെട്ട BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്ഭവൻ ഉണ്ണിത്താന്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമാണ്. അതിൽ കൃത്യമായ നിയമവശം അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് കോടതി തള്ളിയൊരു കേസാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതും മാത്രമല്ല ഈ നിയമം കയ്യിലെടുത്തുള്ള വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളുണ്ടായ കഴിഞ്ഞ സമരങ്ങളൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. ഏതായാലും ഈ ടോൾ പിരിവ് അന്യായമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. KSRTC ബസ് അമിത ചാർജ് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ജീവനക്കാരൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഇപ്പോഴും വാഹനങ്ങൾക്ക് ഈ പണം ഈടാക്കുന്ന സാഹചര്യമുണ്ട്. സെൻസർ ഉപയോഗിച്ച് പണം ഈടാക്കുന്ന സാഹചര്യമുണ്ട്. സർവീസ് റോഡില്ലാത്ത ഒരു ടോൾ ഗേറ്റാണ്. സർവീസ് റോഡിലൂടെ പോകേണ്ടവർക്ക് പോലും ഈ ടോൾ ഗേറ്റിലൂടെ പോയി വേണം അകത്ത് കടന്ന് അടുത്ത സർവീസ് റോഡിലേക്ക് പോകാൻ. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. ഏതായാലും ഈ ഒരു ചുറ്റളവിൽ, അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ള ആളുകൾക്കെങ്കിലും ടോൾ പിരിവിൽ നിന്നും ഇളവ് നൽകണമെന്ന ഒരു ആവശ്യമൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ BJP സർക്കാരുമായി കേന്ദ്ര സർക്കാരുമായി കണ്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. BJP ഏതായാലും ഇതിൽ ശക്തമായ ഇപ്പോൾ പ്രതിരോധത്തിലായ BJPക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഊർജ്ജം തന്നെയാണ് ഈ ഉണ്ണിത്താന്റെ വാക്കുകൾ. അത് കൃത്യമാണ് ഉണ്ണിത്താന്റെ വാക്കുകൾ. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന തരത്തിൽ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഈ അഭിമുഖത്തിൽ ഏറ്റവും ശ്രദ്ധേയം. കൃത്യമാണ്. ഏതായാലും ഉണ്ണിത്താന്റെ വാക്കുകൾ അത് ന്യൂസ് 18 മാത്രമായി ഉണ്ണിത്താൻ സംസാരിച്ചതാണ്. കുമ്പള ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് MP എവിടെ എന്ന ചോദ്യത്തിന് ഉണ്ണിത്താൻ ഉത്തരം നൽകുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസയിൽ ഈ മാസം 30 മുതൽ പണം ഈടാക്കി തുടങ്ങും. ടോളിന്റെ വിവരങ്ങൾ അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കും. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വെട്ടിച്ചിറയിലാണ് ടോൾ പ്ലാസ സജ്ജീകരിച്ചിട്ടുള്ളത്. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാവുകയാണ്. വെട്ടിച്ചിറയിൽ സജ്ജീകരിച്ചിട്ടുള്ള ടോൾ പ്ലാസയിൽ ഈ മാസം 30 മുതൽ പിരിവ് ആരംഭിക്കും. ടോൾ തുക സംബന്ധിച്ച വിശദവിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലെ സ്വകാര്യ വാഹനങ്ങൾക്ക് ഇളവ് നൽകും. എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്ന പാസിന് ഒരു മാസത്തേക്ക് 340 രൂപയാകും നിരക്കെന്നാണ് സൂചന. ഈ തുകയും 30-ാം തീയതിക്കകം തീരുമാനിക്കും. ഇത്തരം യാത്രക്കാർ ആധാർ കാർഡുമായി ടോൾ പ്ലാസയിലെത്തിയാൽ പാസ് നൽകും. 24 മണിക്കൂറിനുള്ളിൽ 2 തവണ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 2ാം തവണ ടോൾ തുകയുടെ പകുതി മാത്രമേ ഈടാക്കൂ. കാർ, ജീപ്പ്, വാൻ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 130 രൂപയാകും നിരക്ക്. ഇടിമൂഴിക്കൽ ചാവക്കാട് റീച്ചിൽ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കും വളാഞ്ചേരിക്കുമിടയിലെ വെട്ടിച്ചിറയിലാണ് ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത്. അതേസമയം കൂരിയാട് തകർന്നു വീണ ദേശീയപാത പുനരുദ്ധാരണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഫെബ്രുവരി പകുതിയോടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് 2-3 ദിവസം മുൻപ് തിരുവനന്തപുരം കമലേശ്വരത്ത് നടന്നത്. അവിടെ ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്യുന്ന സംഭവമുണ്ടായി. അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനം, ഗാർഹിക പീഡനവുമൊക്കെ ബന്ധപ്പെട്ട വിഷയമാണെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. ഇവരുടെ ഭർത്താവ് മുംബൈയിൽ അറസ്റ്റിലായ വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഭർത്താവിൻ്റെ സഹോദരൻ ന്യൂസ് 18നോട് സംസാരിച്ചു. ഭർത്തൃ കുടുംബം സംസാരിച്ചു. വിവാഹബന്ധം വേർപെടുത്താനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതാണ്. തുടക്കം മുതൽ തന്നെ വിവാഹബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഗ്രീഷ്മയുടെ അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നുവെന്ന് ഭർത്തൃ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം കമലേശ്വരത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്രീമയുടെ അമ്മ സജിതയെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും ഒക്കെ വിമർശന മുരയിൽ നിർത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ പല ദിശകളിൽ നിന്ന് വരുന്നു. പൂന്തറ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീമയുടെ ഭർത്താവിൻ്റെ സഹോദരൻ എന്നോടൊപ്പം ചേരുന്നു. എന്താണ് ഈ പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രകോപനങ്ങൾ
ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായാലും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ശരിക്കുള്ള കാരണം എന്നുള്ളതും ഞങ്ങൾക്കറിയില്ല. അത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം ഈ 200 പവൻ സ്വർണമൊക്കെ കൊടുത്താണ്, വീടൊക്കെ നൽകിയാണ് വിവാഹം നടത്തിയത്. പക്ഷേ പിന്നീട് മകൾ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലായിരുന്നില്ല നയിച്ചത് എന്ന വിമർശനം തങ്ങളുടെ സഹോദരൻ ഉന്നയിച്ചു എന്നാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഈ എത്ര പവനാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ചേച്ചിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ ആ ഗോൾഡ് 200 പവനോളം അങ്ങനെ എന്തോ ആണ് ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം അവരുടെ കസ്റ്റഡിയിൽ ഏതോ ലോക്കറിലുണ്ടെന്നോ ആ ലോക്കറിൻ്റെ ഡീറ്റെയിൽസ് സഹിതം അതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിലൊരു ഫാക്ടറായിട്ട് തോന്നുന്നില്ല. ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല. അത് ഈവൻ സൂയിസൈഡ് നോട്ടിൽ ക്ലിയറുമാണ്. നമുക്കത് നമ്മളെടുത്തിട്ടോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമേ നടന്നിട്ടുമില്ല. ഇത് പെട്ടെന്നുണ്ടായ പ്രശ്നമാണ്. ഇവരുടെ വിവാഹം എന്നാണ് കഴിഞ്ഞത്? കല്യാണം 2019 സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. തുടക്കം മുതലേ പാരൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഭയങ്കര കൂടുതലായിരുന്നു എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒട്ടും ഒരു പ്രൈവസി അവർക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളത് ആയിരുന്നു തുടക്കത്തിലെ പ്രശ്നം. സംസാരിച്ചിട്ടുണ്ട്, ഫാമിലീസ് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഈവൻ രണ്ട് സ്ഥലത്ത് കൗൺസിലിങ്ങിന്, ഫാമിലി കൗൺസിലിങ്ങിന് 2 ഫാമിലീസും ചേട്ടനും അമ്മയും ചേച്ചിയുടെ അച്ഛനും അമ്മയും ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് അപ്പോഴൊക്കെ അവരും കൗൺസിലേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് അവർ സംസാരിച്ചത്. അത് ഇവരുടെ ഇടയിലെ പ്രശ്നം കൊണ്ടല്ല, ഈ പേരൻസ് ഇൻവോൾവ് ആകുന്നതുകൊണ്ടുള്ള കംപ്ലീറ്റ് ഈ നടന്ന കാര്യങ്ങൾ അന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ഒപ്പീനിയനാണ് അവർ പറഞ്ഞത്. അപ്പം ഇനിഷ്യലി ഇപ്പം നമുക്ക് ഒരു തോന്നൽ, ഇപ്പം ഒരു ചെറിയൊരു ആദ്യം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളായപ്പോഴൊക്കെയാണ് കൗൺസിലിങ്ങിന് പോവുകയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം, ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, ഇപ്പം എന്തെങ്കിലും അതൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ തന്നെ ഒരു നോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ അത് എൻഡ് ചെയ്യുന്നത് സൂയിസൈഡ് ചെയ്യുമെന്ന് അന്നേ തൊട്ടേ പറയുമായിരുന്നു. ആരായിരുന്നു ഇത് പറയുന്നത്? ഗ്രീമയായിരുന്നോ അതോ? 2 പേരും പറയുമായിരുന്നു. അതിലിപ്പം ആൻറ്റി ആണ് കൂടുതലായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ആൻറ്റി നമ്മൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയ കാര്യം പറഞ്ഞല്ലോ, കൗൺസിലേഴ്സ് പറഞ്ഞ കാര്യം, അപ്പം നിങ്ങൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ആൻറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ ഉപയോഗിച്ച് പറഞ്ഞു, ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചല്ല, അല്ലാതെ അത് കാര്യം പോവാൻ ആദ്യം ഹെസിറ്റൻ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ പോയിട്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലത്തെ രീതിയിലുള്ള ടോക്ക് അന്നോട്ടേ ഉണ്ട്. ഇത് വെരി ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൗൺസിലിങ്ങിന് പോയത്. കൗൺസിലിങ്ങിന് പോയതിനു ശേഷം അതേപോലത്തെ ഒരു ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം പാരൻസ് ഇത്രയും ഇൻ്റർവീൻ ചെയ്യുന്നു, പ്രൈവറ്റ് ലൈഫ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഒരു മോളുള്ളൊരു പാരൻറ്റ് ഇപ്പം ഓവർ പൊസസീവ്നെസ് ആണ്, ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനുള്ള ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളാണ് അത് തെളിയിക്കേണ്ടത് ഒരു കോടതിയിൽ ഒരു ഡിവോഴ്സ് കിട്ടാൻ. ആ ഒരു രീതിയിലൊക്കെയാണ് അത് അന്ന് ആ ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ അന്ന് കേട്ടത്. തുടർന്ന് ഞങ്ങൾ SNDPയിൽ ഞങ്ങളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേപോലെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്നും അങ്ങനെ പറഞ്ഞ് നമ്മളെ ത്രെറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്, അതേപോലെ ഈ വിവാഹത്തിന് അവർ ഇൻ്റർവ്യൂൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പം ഇത് നേരെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കുമോ എന്നാണ് എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് ഗ്രീമയും അമ്മയും ഒക്കെ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? ഞങ്ങൾ കണ്ടത് ചേച്ചി മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഈ കഴിഞ്ഞ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇവിടെ നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പച്ചി മരിച്ചതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചേച്ചി വന്നത്. ചേട്ടനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോഴൊക്കെ കാണുകയും അപ്പച്ചിക്ക് വായിക്കരിയിടുകയും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു നോർമൽ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ചെയ്യുമായിരുന്നു. ചേട്ടനോട് എന്തെങ്കിലും ലാസ്റ്റ് പറയുകയോ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും? അതായത് ഇപ്പം 19-ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൺഡേ അപ്പച്ചി മരിച്ചു, ട്യൂസ്ഡേ ആണ് ബോഡി എടുത്തത്. ഓക്കെ, അപ്പം ട്യൂസ്ഡേ വൈകിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ അടുത്ത്, അതായത് ചേട്ടൻ ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പച്ചി കുറച്ചൊന്ന് ക്രിട്ടിക്കൽ അസുഖമായിരുന്ന സമയത്ത് വന്നായിരുന്നു. അപ്പോൾ ചേച്ചി മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും തുടർന്ന് നമ്മളൊരു അഡ്വക്കേറ്റിനെ പോയി കാണുകയും വക്കാലത്തൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയത്. ആ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്, ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ ചേച്ചിയുടെ അമ്മ ഈ ബോഡി എടുത്ത ദിവസം വൈകിട്ട്, അതായത് ചേച്ചി ഇപ്പം മരിച്ച ദിവസം അതിൻ്റെ തലേന്ന് ചേട്ടൻ്റെ അടുത്ത്
അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരികയും ചേട്ടൻ പറഞ്ഞു നമുക്കിപ്പം ഇതല്ല നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല, ഇപ്പോഴല്ല അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ കാര്യത്തിൽ നേരത്തെ ഉള്ള അതേ തീരുമാനം ഡിവോഴ്സ് എന്ന തീരുമാനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നവരടുത്തൊക്കെ ആൻറ്റി, സജിത ആൻറ്റിയാണ് ഇത് സംസാരിച്ചത്, ചേച്ചിയല്ല. ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു നാളെ രാവിലെ വീട്ടിൽ വന്നേക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയിരുന്നോ? ഇത് വർഷങ്ങളായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞാനും മോളും പോവും. ഈവൻ അങ്കിള് മരിച്ചപ്പോൾ, അതായത് ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും എന്നുള്ള രീതിയിലുള്ള ടോക്കായിരുന്നു അന്ന് തൊട്ടേ പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ സൂയിസൈഡ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചില്ല. നാളെ രാവിലെ വീട്ടിൽ വരണമെന്ന് മാത്രം പറഞ്ഞു. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അടുത്ത ജന്മത്തിൽ ഒന്നിക്കാന്നോ, നമുക്കിനി അടുത്ത ജന്മത്തിൽ കാണാമെന്നോ, അങ്ങനെ എന്തോ ഒരു മെസ്സേജ് അയച്ചായിരുന്നു അന്ന് സന്ധ്യയ്ക്ക് വൈകിട്ടെന്തോ. അത് ചേട്ടൻ എൻ്റെ അടുത്ത് പറയുകയും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചേച്ചിയുടെ അങ്കിള് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അങ്കിളിനോട് പറയണമെന്ന് പറയും. അത് ഞങ്ങൾ അങ്കിളിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം, അന്വേഷിക്കണമെന്ന് പറയും. അങ്കിൾ അത് ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമുക്കെല്ലാവർക്കും വാട്സാപ്പിൽ ഈ സൂയിസൈഡ് നോട്ട് ഒരു 3 പേജ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തരികയും ഞങ്ങൾക്കും ഞങ്ങളുടെ നെയ്ബേഴ്സിനും ചേച്ചിയുടെ റിലേറ്റീവ്സിനൊക്കെ ചേച്ചി അത് അയച്ചെന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തരികയും ഇത് പിന്നെ ഞങ്ങൾ അറിയുകയും ചെയ്തത്. അതായത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അല്ലേ? അവർ ടെൻഡൻസി എന്നല്ല, ഞങ്ങളുടെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സുമായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ 3 പേരും കൂടെ ഒരു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല ആവൃത്തി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ടഫ് സിറ്റുവേഷനിലായിരുന്നു. നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. നമ്മൾ അത് ചെയ്താലും ഇത് ഇങ്ങനെ വല്ലതും ചെയ്യും എന്നുള്ള അത്രത്തോളം ത്രെറ്റനിങ് നമുക്ക്. ചേട്ടനിപ്പോൾ എവിടെയാണുള്ളത്? ചേട്ടൻ ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. കസ്റ്റഡിയിലാണല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ നിങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവിടുത്തെ പ്രൊസീജിയേഴ്സിനും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ല. അല്ല, ഈ SNDPക്ക് കൊടുത്ത ഈ ലെറ്റർ അത് നമ്മുടെ അടുത്ത് പോലീസ് ഇപ്പോൾ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. ചേട്ടൻ്റെ കയ്യിലുള്ള റെക്കോർഡ്സ് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഈ ഗ്രീമയുടെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. നിലവിൽ ഈ കുടുംബം നൽകുന്ന വിശദീകരണം ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിനെതിരെ കേൾക്കുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല. അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഈ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരനടക്കം പങ്കുവെക്കുന്നത്. എന്തായാലും പൂന്തറ പോലീസിൻ്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബവും. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, News 18. പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്നുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കടയുടമ ജയരാജൻ രാവിലെ ചായക്കട തുറക്കാൻ വന്നപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ്. എനിക്ക് പേടി, ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചു. ഞാൻ 5 മണി കഴിയുമ്പോഴാണ് ഇത് തുറന്ന് 5:30 ആകുമ്പോഴാണ് ചായയൊക്കെ ഇടുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി അതെല്ലാം ചായ ഇടാനും ഒക്കെ തുടങ്ങാൻ വന്നപ്പോഴത്തേനും ഇത് കണ്ടുവച്ച് പിന്നെ ലൊക്കേഷൻ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. ലൊക്കേഷൻ അറിയാവുന്ന ആയിരിക്കും. അത് തന്നെയല്ലേ വെട്ടമുള്ളതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്തേ ഇല്ല. വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്ത് കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞ് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല, അവരുടെ പശു പ്രസവിച്ച കാരണം. അപ്പം ഒരു 1:30 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു, കൊച്ചുമോനെ വിളിച്ചു. കൊച്ചുമോൻ പിന്നെ പോലീസിനെ വിളിച്ചു, നാട്ടുകാരെല്ലാം വന്നു. അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് പോലീസ് കൊണ്ടുപോയി. ഒരു ആൺകുഞ്ഞ. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇതിപ്പോൾ ആരുപേക്ഷിച്ചാണ്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമേ പൂർത്തിയായി കാണുകയുള്ളൂ. എന്തെങ്കിലും വിവരമുണ്ടോ? രഞ്ജിത്ത്, അത്തരം വിവരങ്ങളൊന്നും തന്നെ ഇല്ല. പുലർച്ചയോട് കൂടിയാണ് ഈ കുഞ്ഞിനെ, അത് 2-3 ദിവസത്തെ പ്രായമേ ഉള്ളൂ ഈ കുഞ്ഞിന്, ഈ ചായക്കടയിൽ കുറ്റൂർ റെയിൽവേ ക്രോസിന് താഴെയുള്ള ഒരു തട്ടുകടയാണ്. ആ തട്ടുകടയുടെ മുന്നിലാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ അവര് കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയും അയൽക്കാരെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. 2 മണി വരെ മറ്റു കാര്യങ്ങളൊന്നുള്ള തൊട്ടടുത്ത വീട്ടില് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുവരെ വലിയ ഇത്തരത്തിലുള്ള കുഞ്ഞിനെ ഇവിടെ കണ്ടെത്തുന്ന സൗണ്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വീട്ടുകാർ കേട്ടില്ല. പക്ഷെ പുലർച്ചെ ചായക്കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഉടൻ തന്നെ
പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് വന്ന് കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കുഞ്ഞിനില്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. പക്ഷേ രാത്രി ഒരു 2:30 കൂടി ഒരു 3 മണിയോടൊക്കെ കൂടി ഈ കടയുടെ മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നതായി പറയുന്നു. എന്നിട്ട് പോകുന്നതായും ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കൂടി അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ബൈക്കിൽ വന്നവരാണോ ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയെന്നുള്ള കാര്യം അറിയാൻ കഴിയില്ല. പക്ഷെ ആ വിവരങ്ങൾ കൂടി ശേഖരിക്കാനുള്ള അന്വേഷിച്ചു വരികയാണ് പോലീസ്. എന്തായാലും കുഞ്ഞ് നിലവിലത്തെ സാഹചര്യത്തിൽ ആരോഗ്യവാനാണ്, ആൺകുഞ്ഞാണ്. 3-4 ദിവസത്തെ മാത്രം പ്രായമാണ് കുഞ്ഞിനുള്ളത്. എന്തായാലും വലിയ തണുപ്പുള്ള സമയമാണ്. പോലീസ് വന്ന ഉടൻ തന്നെ തോർത്തു കൊണ്ട് ടവലെ കൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞാണ് പൊതിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും പോലീസ് ആരാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നുള്ള കാര്യം തിരുവല്ല പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുഞ്ഞിനെ ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കുഞ്ഞ് പൂർണ്ണമായി ആരോഗ്യവാനാണ്. രഞ്ജിത്ത്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. US-ൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37-കാരൻ മരിച്ചു. ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവാണ് കൊല്ലപ്പെട്ടത്. 1 മാസത്തിനിടെ സമാനമായ രീതിയിൽ നടക്കുന്ന 2ാമത്തെ കൊലപാതകമാണിത്. സേനയ്ക്കെതിരെ ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, നേരത്തെയും ഇത്തരം സമാന സംഭവങ്ങൾ US-ൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സിറ്റിസണായ ഒരാൾ തന്നെയാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണോ? ഇതിനോട് ഭരണകൂടത്തിൻ്റെ പ്രതികരണം എന്താണ്? രഞ്ജിത്ത്, നിലവിൽ അമേരിക്കയിൽ നടക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ നടപടി എന്നാണ് ട്രംപ് ഭരണകൂടം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1 മാസം മുതൽ തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. മിനിയാപോളിസ് നഗരം കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഈ കുടിയേറ്റ വിരുദ്ധ നടപടികൾ ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്നത്. അപ്പോൾ ഈ ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ ആദ്യം മുതൽ തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പോലീസിൻ്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധിച്ച ഒരു യുവാവാണ് നിലവിൽ കൊല്ലപ്പെട്ടത്. 37 വയസ്സുള്ള ഒരു അലക്സ് ജെഫ്രി പ്രട്ടി എന്ന് പറയുന്ന ഒരു യുവാവാണ് നിലവിൽ കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാളൊരു ICU നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഇയാൾ കയ്യിലൊരു തോക്കുമായിട്ടായിരുന്നു പ്രതിഷേധിച്ചത്. അപ്പോൾ ഈ സേനാ വിഭാഗം അവിടെ ഈ നഗരത്തിൽ ഈ ഇമിഗ്രേഷൻ നടപടികൾ നിയന്ത്രിച്ചിരുന്ന സേന ഇയാൾക്ക് അരികിലേക്ക് വരികയും ഈ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി ഇയാൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ പോലീസിന്റെ വാദം ഇയാൾ തോക്ക് ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, അത് കാരണമാണ് ഇയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് എന്നാണ് പോലീസുകാർ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ മിനിയാപോളിസ് നഗരം മുഴുവൻ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നാഷണൽ ഗാർഡ് സേനയെ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് നേരെ ടിയർ ഗ്യാസും അതുപോലെ ഷെല്ലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അമേരിക്കൻ പൗരന്മാർ, ഇപ്പോൾ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് പുറമെ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ആളുകൾ വരെ ഇപ്പോൾ പോലീസിനെതിരെയും അതുപോലെ തന്നെ മറ്റ് സേനകൾക്കെതിരെയും എല്ലാം പ്രതിഷേധിക്കുകയാണ്. അവിടെ മിനിയാപോളിസ് നഗരം ഭരിക്കുന്ന ഗവർണർ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണറാണ്. ടിം വാട്ട്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നിലവിലെ സംഭവത്തിൽ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൗസിനോട് ഈ സംഭവത്തിൽ വിശദീകരണം തേടും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് ഉടൻ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം തൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തത് ഈ യുവാവിൻ്റെ കയ്യിലുള്ള തോക്ക് തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ട്രംപ് ഒരു വലിയ വിശദീകരണം തന്നെ ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഈ സേനാ വിഭാഗങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും പുതിയ സംഭവമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാനഡയ്ക്ക് നേരെ താരിഫ് ഭീഷണിയുമായും ട്രംപ് രംഗത്ത് വന്നു. ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ കാനഡയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 100% അധിക ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈന സന്ദർശിക്കുകയും ബെയ്ജിങ്ങിനെ വിശ്വസ്തനായ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ചൈന കാനഡയെ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുവെന്നും അതിന് സാഹചര്യമൊരുക്കാൻ അനുവദിക്കില്ലെന്നുമാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം.
ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തീവ്ര വർഗീയ പരാമർശവുമായി ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥി. 80% മുസ്ലിങ്ങളുള്ള രാജ്യത്തെ പാർലമെന്റിൽ മറ്റു മതത്തിലെ ഒരാളും എത്താൻ അനുവദിക്കരുതെന്നാണ് സ്ഥാനാർത്ഥിയായ അഫ്സൽ ഹുസൈൻ്റെ ആഹ്വാനം. രാജ്യഭരണം ഖുർആൻ അനുസരിച്ച് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് പറഞ്ഞു. അജയ്, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ അടുത്തിടെ തന്നെ ഒരു ഹിന്ദു കുടുംബത്തിൻ്റെ വീട് കത്തിക്കുകയും ഒരു ഹിന്ദു യുവാവായിട്ടുള്ള ഓട്ടോ ഡ്രൈവറെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന സംഭവമെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധി ഹിന്ദു യുവാക്കൾ തുടർച്ചയായി കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരം വിവാദ പ്രസ്താവനകൾ, ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ആഹ്വാനങ്ങളും അതുപോലെ ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെ തിരിച്ച് പിൻവലിക്കുന്ന അവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമാന സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഫ്സൽ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ബാർഗുണ 2 എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ 80% മുസ്ലിങ്ങളുള്ള രാജ്യത്തിൽ വേണ്ടത് ഖുറാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർലമെന്ററി ഭരണമാണ്. ഈ കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം വേണ്ടത് ഖുറാൻ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാവിധികളാണ്. ഈ അത്തരം കാര്യങ്ങളും നടപ്പിലാക്കണം. അതുപോലെ ഈ ഹിന്ദുക്കളെ ഒന്നും തന്നെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ള തരത്തിലുള്ള ജമാഅത്തെ നേതാവിന്റെ നിലപാട്. അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവച്ചു. കിളിമാനൂർ വാഹന അപകടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കേസ് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി വീശിയത്. പരിക്കേറ്റ രജിത്തിന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ കേസിൽ 1-ാം പ്രതി കാരക്കോണം സ്വദേശി വിഷ്ണു പിടിയിലായി. ഇയാൾ നേരത്തെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. 20 ദിവസത്തോളമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇയാളെ പിടികൂടിയത്. മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടി വീണു. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടയാൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബിസ് ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ശല്യം രൂക്ഷം. വിതുര തെന്നൂർ കോബ്രാംകല്ല് ഇലവിൻമൂട് ഭാഗത്തെ ഉന്നതികളിലാണ് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നത്. പടക്കം പൊട്ടിച്ചിട്ടും ആനകൾ കാട് കയറാൻ കൂട്ടാക്കാറില്ല. അരേക്കുന്ന്, തലത്തുതകാവ്, കളത്തോട്, തണ്ണിപ്പട്ടി, ഇലവിൻമൂട് തുടങ്ങിയ മേഖലകളിലും കാട്ടാന ഭീഷണിയുണ്ട്. 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ പ്രദേശങ്ങളിലായി ജീവിക്കുന്നത്. പാലക്കാട് പരിമിതികളെ മറികടന്ന് ഭിന്നശേഷിക്കാരുടെ വീൽചെയർ ശിങ്കാരിമേളം പൂമ്പാറ്റ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നിരവധി പ്രതിഭകൾ പങ്കാളികളായി. അംഗപരിമിതികളെ മറികടന്ന് ഒരു കൂട്ടം ഭിന്നശേഷിക്കാർ ചെണ്ടയിൽ കൊട്ടിക്കയറിയത് ആസ്വാദനത്തോടൊപ്പം ഇച്ഛാശക്തിയുടെയും കരുതലിന്റെയും നേർക്കാഴ്ചയായി. ചെർപ്പുളശ്ശേരി പേങ്ങാട്ടിരിയിലാണ് ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ പൂമ്പാറ്റ ടീം വീൽചെയർ ശിങ്കാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് അരങ്ങേറ്റം കുറിച്ചത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഭിന്നശേഷിക്കാരുടെ ശിങ്കാരിമേളം ഗ്രൂപ്പാണ് പൂമ്പാറ്റ ടീം. തൃശൂർ സ്വദേശിയായ പെബിൻ ജോർജ് എന്ന അധ്യാപകന്റെ ശിക്ഷണത്തിലാണ് ഇവർ പരിശീലിച്ചു വരുന്നത്. ന്യൂസ് 18 പാലക്കാട്. ആഗോളതലത്തിലെ പുതിയ മാറ്റങ്ങളെയും നവ ആശയങ്ങളെയും കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ 2ാം പതിപ്പിന് ഈ മാസം 28-ന് കൊച്ചിയിൽ തിരിതെളിയും. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ഈ വിജ്ഞാന വിനോദ ഉച്ചകോടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ
നടക്കുന്ന ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് 28 നടക്കുക. കിൻഫ്ര കൺവെൻഷൻ സെന്ററിലാണ് പ്രധാനമായ രണ്ട് വേദികൾ പ്രവർത്തിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പാക്ട് ഫോർ ദ ഫ്യൂച്ചർ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിൽ 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UGS ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി പ്രശസ്ത തെന്നിന്ത്യൻ താരം തൃഷയെ തിരഞ്ഞെടുത്തു. ബ്രാൻഡിന്റെ പുതിയ മുഖമായി തൃഷ എത്തുന്നതോടെ കൂടുതൽ ജനങ്ങളിലേക്ക് വിശ്വാസ്യതയോടെ സേവനങ്ങൾ എത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. പുതുതായി രൂപകൽപ്പന ചെയ്ത കമ്പനിയുടെ ലോഗോ തൃഷയും UGS CMD അംജിത് പാലാട്ടും മാനേജ്മെന്റ് ടീമും ചേർന്ന് പുറത്തിറക്കി. സ്വർണത്തിന് വിപണിയിൽ ലഭിക്കാവുന്ന 4% എന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലും 90% വരെ പരമാവധി മൂല്യത്തിലും വായ്പ നൽകുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഏറ്റവും ഉയർന്ന 12% പലിശ നിരക്കും UGS വാഗ്ദാനം ചെയ്യുന്നു. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. അഞ്ചൽ സ്വദേശി സൂര്യനാരായണന്റെ 11ാം പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ ആശംസകൾ നേരുന്നത് അച്ഛൻ കണ്ണനും അമ്മ സ്നേഹ രാജുമാണ്. ആറ്റുകാൽ സ്വദേശികളായ അഭിജിത്തിൻ്റെയും ആരതിയുടെയും വിവാഹമാണ് ഇന്ന്. ആശംസകൾ നേടുന്നത് കുഞ്ചിറവിളയിലെ സുഹൃത്തുക്കൾ. തിരുവനന്തപുരം വെണ്ണിയൂർ സ്വദേശികളായ സജിൻ്റെയും മേഘയുടെയും വിവാഹമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളായ നിതിനും വിജിയും. പാലക്കാട് പട്ടാമ്പി തെക്കുമുറി വലിയ പറമ്പിൽ വീട്ടിൽ വിനോദിന്റെയും ശാലിനിയുടെയും 17ാമത് വിവാഹ വാർഷികമാണെന്ന്. ഈ ദിനത്തിൽ ഇരുവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ഞായർ നേരുന്നു. നമസ്കാരം.